ഹലോ. നിമിഷ് രവി അഹാന വിവാഹം കാത്തിരുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെഡ്ഡിംഗ് കാർഡ് രൂപത്തിലുള്ള പോസ്റ്റർ പങ്കുവച്ച് അഹാനയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സിനിമാറ്റോഗ്രാഫറായ നിമിഷ് രവി. ഇരുവരും പ്രണയത്തിലാണെന്നും ഉടൻ വിവാഹിതരാവുമെന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അടുത്തിടെ കൃഷ്ണകുമാർ അഹാനയുടെ വിവാഹത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. തനിക്ക് വിവാഹം കഴിക്കണമെന്ന് അഹാന മെസ്സേജ് അയച്ചിരുന്നു എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. വെഡ്ഡിംഗ് കാർഡ് എന്ന് തോന്നുന്ന ഒരു പോസ്റ്റർ പങ്കുവച്ച് കൗതുകം സമ്മാനിക്കുകയാണ് ഇപ്പോൾ അഹാന എഴുതി സംവിധാനം ചെയ്യുകയും നിമിഷ് രവി ഛായാഗ്രഹണം ചെയ്യുകയും ചെയ്യുന്ന ഒരു മ്യൂസിക്കൽ വീഡിയോയുടെ അനൗൺസ്മെന്റ് പോസ്റ്റർ ആണിത്. അഹാനയുടെ ആദ്യത്തെ മ്യൂസിക്കൽ ആൽബം തോന്നലിന് വളരെയധികം റീച്ച് കിട്ടിയിരുന്നു. അതിൻ്റെയും സിനിമാറ്റോഗ്രാഫർ നിമിഷ് രവി ആയിരുന്നു. കുട്ടികൾ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തികളെ നേരത്തെ അറിയുന്നത് സുഖവും സമാധാനവും തരുന്ന കാര്യമാണെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. ഞങ്ങളോട് ഒന്നും അവതരിപ്പിക്കേണ്ട, അവരൊക്കെ വീട്ടിൽ വരുന്നുണ്ട്. താനും സിന്ധുവിനെ വീട്ടിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഏറ്റവും സൗകര്യം ഓരോരുത്തരും കല്യാണം കഴിക്കാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് അവർക്കും അറിയാം, തനിക്കും അറിയാം. അത്രയും സുഖം, സമാധാനം, കൃഷ്ണകുമാർ പറയുന്നു. നിമിഷിന്റെ അച്ഛൻ രവിയുമായി തനിക്ക് 35 വർഷത്തെ പരിചയമാണ്. അദ്ദേഹം സിനിമയിൽ പ്രൊഡ്യൂസറായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അഹാനയും നിമിഷും ഷോർട്ട് ഫിലിം ചെയ്തപ്പോഴാണ് താൻ നിമിഷിനെ പരിചയപ്പെടുന്നത്. അതിശയകരമായ വളർച്ചയാണ് നിമിഷിൻ്റേത്. നിമിഷിന്റെ അച്ഛന് സിനിമയിൽ ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു. കുറെ പൈസ സിനിമയിൽ പോയിരുന്നു. അന്നത്തെ കഷ്ടപ്പാടുകൾക്ക് ഇപ്പോൾ നിമിഷിന്റെ ഗംഭീര വിജയത്തിലൂടെ ദൈവം അദ്ദേഹത്തിന് തിരികെ കൊടുക്കുന്നു. നിമിഷ് ഹമ്പിളും സിമ്പിളും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അവന്റെ അച്ഛനമ്മമാരെ പോലെ. കൃഷ്ണകുമാറിന്റെ വാക്കുകൾ. എന്തായാലും അഹാനയുടെ ആദ്യത്തെ ആൽബം പോലെ തന്നെ ഈ ആൽബവും വിജയകരമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിനും ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായി ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരും. അതുവരെ ബായ്.